ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുൻപേ പ്രബോധിപ്പിക്കുന്നു. തീമോഥെയോസിനെ പൗലോസ് പറഞ്ഞയക്കുമ്പോൾ തീമോഥെയോസിനോട് ഓർമ്മപ്പെടുത്തി പറയുന്ന കാര്യം, ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യന്താപേക്ഷമായ ഘടകം പ്രാർത്ഥന ആണ്. അത് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യണം എന്നുള്ള പദം കൂടിയാണ്. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? നാം നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഇവിടെ പൗലോസ് രേഖപ്പെടുത്തുന്നത് രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്കും വേണ്ടി നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് സമയമെടുക്കണം എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും മറുപടി നൽകുകയും ചെയ്യണമെങ്കിൽ സുവിശേഷത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നു എങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുന്നത് നിങ്ങൾക്ക് ലഭ്യമാക്കുവാൻ ഇടയായിത്തീരും എന്നുള്ള പദമാണ്. അങ്ങനെയാണെങ്കിൽ നാം ദൈവത്തിനും ദൈവത്തിൻ്റെ വചനം നമ്മിലും ഉണ്ടാകേണ്ടതിന് ആ തലങ്ങളിൽ നാം പ്രാർത്ഥിക്കേണ്ടതിനുമായി നമ്മളെ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. തെസ്സലോനിക്കയിൽ എഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാം അധ്യായത്തിൻ്റെ 17 പറയുന്നത് ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ എന്ന പദമാണ്. എപ്പോഴും ഏതു നേരത്തും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുക്കമുള്ളവരായിരിക്കണമെന്നും ആ തലങ്ങളിൽ പ്രാർത്ഥിക്കണമെന്നുള്ള പദമാണ്. ഫിലിപ്പേ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പ്രാർത്ഥനയായും അപേക്ഷയായും ഒക്കെ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുകയാണ് വേണ്ടത്. ആ തലങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുകയും സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും നിലവിലുകളെയും യേശുക്രിസ്തുവിൻ്റെ കാക്കപ്പെടുന്നതും അത് കാരണമായി തീരുകയും ചെയ്യുമെന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങളുടെ മുൻപിലും ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളുടെ മുൻപിലും മറികടക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളുടെ മുൻപിലും ദൈവത്തിൻ്റെ മുൻപിൽ അത് തീർത്തു തരുവാനുള്ള കഴിവുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ കടന്നു ചെന്നിട്ട് നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നവരായി തീരേണ്ടതിന് അങ്ങനെ നാം തീരുന്നു എങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി സകല ബുദ്ധിയും കവിയുന്ന ഒരു ദിവ്യമായ വലിയ സമാധാനം നമുക്ക് നൽകി തരുവാനിടയായി തീരുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുതരൂ, ഞാനത് തീർത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ എൻ്റെ അടുക്കൽ വെക്കുക. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ ഇടപെടാതെ വണ്ണം പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുന്നവരായി തീരുവാനും ആ തലങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ ശബ്ദം കേട്ടിട്ട് നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും യേശു ക്രിസ്തുവിൻ കാക്കപ്പെടേണ്ടതിനും നമുക്ക് നമ്മെ സമർപ്പിക്കുന്നവരും പ്രാർത്ഥനയുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവരുമായി തീരണം. അതിന് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ വചനങ്ങളെ നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ കർത്താവേ, ഞങ്ങൾ മടുത്തു പോവാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ വണ്ണം അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ ദൈവവചനം കേട്ട എല്ലാവരെയും പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ആഴമേറിയ പ്രാർത്ഥനയിൽ വിടുതലുകളും അനുഗ്രഹങ്ങളും സമാധാനവും പ്രാപിപ്പാൻ ദൈവജനത്തിനും ഞങ്ങൾക്കും സഹായിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.